വാർഷികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ച്. നമസ്കാരം. കനകസിംഹാസനത്തിൽ ഇരിക്കുന്നത് ശുംഭനോ അതോ ശുനകനോ? ഓ, പറയാൻ മറന്നു. ഇതിൽ പറയുന്ന കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണേ. പറഞ്ഞില്ല എന്ന് വേണ്ട. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. ഇന്നലെ കാലിക്കടവിൽ തുടങ്ങിയ വാർഷിക ധൂർത്ത് എന്ന സർക്കാർ പ്രോഗ്രാമിനെ കുറിച്ചാണ്. അതായത് 4ാം വാർഷികം, കൂട്ടിപ്പറഞ്ഞാൽ 9ാം വാർഷികം. അതിൻ്റെ ആഘോഷ പരിപാടികൾക്ക് ഇന്നലെ തുടക്കമായിരുന്നു കേട്ടോ. അല്ലാതെ ചേട്ടാ, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ വാർഷികം ആഘോഷിക്കാനുള്ള ഒരു അവകാശവും ഈ സർക്കാരിനില്ല. പക്ഷേ സതീശേട്ടാ, നമ്മളെ മുഖ്യന് കേരളത്തോട് തീർത്താ തീരാത്ത സ്നേഹമുണ്ടല്ലേ? അതല്ലേ ഈ പ്രയോഗത്തിൻ്റെ ഒക്കെ അർത്ഥം. ഈ പ്രയോഗം തകരട്ടെ, കൂടുതൽ തകരട്ടെ. അതന്നെ, തകരട്ടെ അല്ലേ മുഖ്യ? തകർന്ന് അങ്ങോട്ട് തരിപ്പണാകട്ടെ അല്ലേ? എനിക്ക് ശേഷം പ്രളയമെന്ന തള്ളിമറിച്ചിട്ട ക്രൂരന്മാരായ ചക്രവർത്തിമാർ ലോകത്തിൽ പല രാജ്യങ്ങളും ഭരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെയാണോ മുഖ്യ നിങ്ങളും? നിങ്ങൾക്ക് ശേഷം പ്രളയമാകട്ടെ അല്ലേ? സഹായം നമുക്ക് ലഭിച്ചില്ല. തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു. ലഭിക്കുന്ന സഹായം തന്നെ തടയുന്ന നിലയുണ്ടായി. മറ്റുള്ളവർ നൽകുന്നത് പോലും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തടയുന്ന നിലയുണ്ടായി. നശീകരണ വികാരം അതായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ചു. ഓ, അങ്ങനെ. അതായത് തങ്ങളുടെ ദ്രാഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ധൂർത്തിൻ്റെയും അങ്കക്കളത്തിൽ അടിപത്രിക ഇങ്ങള് ഇത് ചേട്ടൻ ബാബയുടെ തലയിൽ അങ്ങോട്ട് മറിച്ചിട്ടിട്ട് നൈസായിട്ട് കൈ കഴുകി ഈ രക്തത്തിൽ എനക്ക് പങ്കില്ല എന്ന് തട്ടി പോകുക അല്ലേ? പക്ഷേ സതീശേട്ടന് ഇത് പറയാതിരിക്കാൻ വയ്യല്ലോ. അയാൾ പറയും. സതീശേട്ടാ, നമ്മളെ കേരളത്തിൻ്റെ സ്ഥിതി എന്താ ഇപ്പോൾ? 5 പൈസ കയ്യിലില്ല. 5 പൈസ അല്ല, ഈ എത്ര കോടിയാ ഇതിന് സർക്കാർ മുടക്കുന്നത് ഇപ്പോൾ? 100 കോടി രൂപ മുടക്കി, 100 കോടി രൂപയിൽ അധികം മുടക്കി ഈ മാമാങ്കം നടത്തുന്നത്. ഒരു സംശയം. ഈ ഖജനാവ് കാലിയാണ്, അതുകൊണ്ടാണ് ആശാവർക്കർമാരുടെ ആവശ്യം നിറവേറ്റാത്തത് എന്നല്ലേ ഈ സർക്കാർ മുമ്പ് പറഞ്ഞത്? അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഈ 100 കോടി ദൂർത്ത് ഏടുന്ന? 100 കോടി രൂപയിലധികം ചെലവാക്കിയാണ് ഈ 4ാം വാർഷിക മാമാങ്കം നടത്തുന്നത്. നയാ പൈസയില്ല കയ്യിൽ, നയാ പൈസയില്ല. കഷ്ടം. കേരള സംസ്ഥാനം എന്നത് ഒരു കടക്കണിയിലായ സംസ്ഥാനമാണ്. ഒരു കടക്കണിയിലായ സംസ്ഥാനാണ്. എന്നാലോ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിലിരിക്കുന്ന പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് ഈ പണം ഞങ്ങൾക്ക് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ നീക്കി വെച്ചുകൊണ്ട് ഞങ്ങൾ ആഘോഷങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? അല്ല മുഖ്യമന്ത്രി, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ. ഉണ്ടോ മുഖ്യമന്ത്രി? അല്ല, പണ്ടൊരു നവകേരള യാത്ര ഇതുപോലെ നടത്തിയിരുന്നല്ലോ അല്ല സതീശേട്ടാ? ആ നവകേരള യാത്രയേക്കാൾ ദയനീയമായി ഈ മാമാങ്കം അവസാനിപ്പിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF ഭരണത്ത് വരില്ല എന്നും ഈ കടങ്ങളത്രയും തുടർന്ന് വരുന്ന കോൺഗ്രസിന്റെ തലയിൽ തട്ടിയിട്ട് അതിൻ്റെ പേരിൽ കോൺഗ്രസിനെ തൃശങ്കുവിൽ നിർത്താമെന്നുമുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് അല്ലേ ഇത് എന്നൊരു ബ്രഹ്മാണ്ഡ സംശയം ഇപ്പൊ കേരളത്തിൽ പൊന്തി വരുന്നുണ്ട്. ശരിയായ ഏർപ്പാടല്ല, നമ്മളാരും പറയുന്നതല്ല കേട്ടോ. പക്ഷേ നിങ്ങൾ ചെയ്തത് ശരിയായോ മുഖ്യ? ആദ്യ നിയമസഭയിലേക്ക് തുടക്കം കുറിച്ച മണ്ണിൽ തന്നെയല്ലേ ധൂർത്തിൻ്റെ ഈ ഇന്നലത്തെ വിളംബരം പുറപ്പെടുവിക്കാൻ തിരഞ്ഞെടുത്തത്? കഷ്ടം തന്നെ കേട്ടോ. അല്ല, ഇപ്പം ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ തരണം ചെയ്തു എന്നല്ലേ പറയുന്നത്? അങ്ങനെയെങ്കിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ കിടക്കുന്ന പാവപ്പെട്ട ആശാ വർക്കർമാരുടെയും വനിതാ CPOമാരുടെയും ആവശ്യങ്ങൾ അങ്ങ് സാധിച്ചു കൊടുത്തുകൂടെ മുഖ്യ? എല്ലാ രംഗവും, ഏത് രംഗമെടുത്താലും മാറ്റത്തിന്റെ, പുരോഗതിയുടെ ചിത്രം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ.
ആ അതിനൊന്നൊരു കുറവുമില്ല. തള്ളു നടക്കട്ടെ. ചിരിക്കാൻ വയ്യ. പണ്ടൊരു പ്രയോഗമുണ്ട്. റോമാ നഗരം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച് രസിച്ച നീറോ ചക്രവർത്തിയുടെ ഒരു കഥ. നാടിന്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ്. നിങ്ങൾ പറഞ്ഞ ഈ നാടിന്റെ ഒരുമ ഇതാണോ മുഖ്യ? എന്തായാലും നല്ല അർഹതയുള്ള മുഖ്യമന്ത്രിയല്ലേ, ഭരിക്കട്ടെ, നമുക്ക് കാണാം. ഞങ്ങൾ എന്ത് കുറ്റം ചെയ്ത്? ഞങ്ങൾ 32 രൂപ കൂട്ടി ചോദിച്ചതുകൊണ്ടാ? ഞങ്ങൾ 232 രൂപയെന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിത്തരാൻ പറഞ്ഞതുകൊണ്ടാണോ ഞങ്ങളുടെ ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് കഴുത്തിലെടുക്കാൻ വയ്യാത്ത ഭാര ജോലിയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്? ഈ നിലവിളിയാണോ നിങ്ങളുടെ ഒത്തൊരുമ? ഈ കണ്ണീര് കൊണ്ടാണോ സർക്കാരിന്റെ വാർഷികത്തിന് വളമിടുന്നത്? അതിന്റെ ഭാഗമായാണ് ഈ തരത്തിൽ പുരോഗതി നേടാൻ കഴിഞ്ഞത്. ഓ അത് നേരാ, നല്ല പുരോഗതി തന്നെ. ഇതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അതിനെ എതിർക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. സമ്മതിച്ചല്ലോ മുഖ്യ, അത് തന്നെയാ പ്രതിപക്ഷവും ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിലിരിക്കുന്ന പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് ഈ പണം ഞങ്ങൾക്ക് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ നീക്കി വെച്ചുകൊണ്ട് ഞങ്ങൾ ആഘോഷങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? പ്രതിപക്ഷ നേതാവിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ മുഖ്യ? അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. കൂടുതൽ പറഞ്ഞിട്ട് എന്താ കാര്യം? കാണുകയല്ലേ ഞങ്ങൾ നേരിട്ട്. നമുക്ക് തകരാൻ പറ്റില്ല. ഇല്ല, തകർക്കാനേ പറ്റൂ. അതാണല്ലോ LDFന്റെ പാരമ്പര്യം. ഇനിയും അത് തുടരേണ്ടതായിട്ടുണ്ട്. സതീശേട്ടാ, ഇങ്ങക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് എന്താ? നോക്കട്ടെ പ്രതിപക്ഷത്തിന് എന്താ പറയാനുള്ളതെന്ന്. നിൽക്കട്ടെ. നിങ്ങൾ പ്രതിപക്ഷം അങ്ങനെ സ്വന്തം നിലയിൽ ചോദ്യങ്ങളൊന്നും ഇപ്പം ചോദിക്കണ്ട. അത് ഞങ്ങൾ എഴുതി തരും, നോക്കി അങ്ങോട്ട് വായിച്ചാൽ മതി. എന്തേ? ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെ വായിക്കണേ, അല്ലെങ്കിൽ ആളുകൾക്ക് സംശയം ഉണ്ടാവും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള മുഖാമുഖത്തിൽ ചോദിക്കാനുള്ള ചോദ്യം സംഘാടകർ തന്നെ വിതരണം ചെയ്തു. തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കാണ് പരിപാടിക്ക് മുൻപ് പ്രിന്റ് ചെയ്ത ചോദ്യങ്ങൾ കൈമാറിയത്. അത് മതി. ചോദ്യം ഞങ്ങൾ ചോദിക്കും, ഉത്തരം ഞാള് തന്നെ പറയും. എന്തേ? സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് പഞ്ഞപ്പാട്ട് പാടുന്ന ഈ സർക്കാർ 100 കോടി ചെലവെടുത്ത് 4ാം വാർഷികം നടത്തുന്ന ധൂർത്താണ്. കേരളത്തിന്റെ സ്ഥിതി അതോ ഗതി. എനിക്ക് സംശയം അതല്ല, ഈ കാരണവര് കേരളത്തെ മുടിക്കുമോന്നാ. ബ്ലിങ്ക് തുടരുട്ടോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.